അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വ്യൂവേഴ്സ് ഒരുപാട് പേര് ബ്രോയുടെ വീട് കാണണം, അമേരിക്കൻ വീട് കാണാൻ ആഗ്രഹമുണ്ടോ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് നമ്മളിന്നൊരു ഹൗസ് ടൂറിൻ്റെ ഒരു എപ്പിസോഡാണ് ചെയ്യുന്നത്. അമേരിക്കൻ വീടുകളെ കുറിച്ച് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പം ഈ വീട് കാണുന്ന മുമ്പ് ഞാൻ ആദ്യം അമേരിക്കൻ വീടുകൾ എങ്ങനെയാണെന്നും കുറച്ച് സ്റ്റൈലിലുള്ള അമേരിക്കൻ വീടുകൾ ഞാൻ ആദ്യം കാണിച്ചു. കുറച്ച് ബേസിക് ആയിട്ട് ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകും. അപ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. മോസ്റ്റ്ലി അമേരിക്കൻ വീടുകൾക്ക് ഭൂമിക്ക് അടിയിലൊരു ഭാഗം ഉണ്ടായിരിക്കും. അതിന് നമ്മൾ ബേസ്മെന്റ് എന്ന് വിളിക്കും. പിന്നീട് മുകളിലോട്ടാണ് ഓരോ നില പണിത് ഉയർത്തുന്നത്. ഇവിടെ അതിന് ഫസ്റ്റ് സ്റ്റോറിയും സെക്കൻഡ് സ്റ്റോറിയും തേർഡ് സ്റ്റോറിയും വിളിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് അമേരിക്കൻ സ്റ്റൈൽ. ഇനി ഈ സ്റ്റൈലിൽ തന്നെ പല രീതിയിൽ നമുക്ക് അമേരിക്കയിൽ തന്നെ ഉടനീളം കാണാം. ഇതൊരു റാഞ്ച് ഹൗസ് ആണ്. എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ട് ഒറ്റ സ്റ്റോറിയിലുള്ള ഒരു എൽ ഷേപ്പിലോ യു ഷേപ്പിലുള്ള ഒരു വീടാണ്. ഇനി അടുത്തത് ട്വിൻ ഹൗസ് ആണ്. ട്വിൻ ഹൗസ് എന്ന് പറഞ്ഞാൽ രണ്ട് വീടുകൾ ഒന്നിച്ചുള്ള ഒരു കോമൺ വാള് പങ്കിടുന്ന ഒരു വീടായിരിക്കും. അടുത്ത് അമേരിക്ക തന്നെ ഒരുപാട് ഡിമാൻഡുള്ള 3-4 വീടുകൾ ഒന്നിച്ചുള്ള ഒരു അപ്പാർട്ട്മെന്റ് സ്റ്റൈൽ വീടുകളാണ്. ഇവിടെ ഇതിന് ടൗൺ ഹൗസസ് എന്നും കോണ്ടോമിനിയം എന്നും ഡ്യൂപ്ലെക്സ് എന്നൊക്കെ വിളിക്കും. തുടക്കക്കാർക്ക് ശരിക്കും ഇത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റപ്പാണ്. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ഹൗസസ് ഉണ്ട്. നമുക്ക് ഇത് കുറച്ചും കൂടി സ്പേസസും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇഷ്ടമുള്ള കമ്മ്യൂണിറ്റി പോയിട്ട് വീട് മേടിക്കും. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നമ്മുടെ സ്റ്റാറ്റസും അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിലുമായിട്ട് കസ്റ്റമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സിംഗിൾ ഹൗസസ് മേടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അമേരിക്കൻ സ്റ്റൈലിലുള്ള വീടുകളെ കുറിച്ചും എങ്ങനെയൊക്കെയാണ് അമേരിക്കയിലുള്ള രീതികൾ ഏകദേശം മനസ്സിലാക്കി കാണാം. ഇനി നമുക്ക് ഈ വീടൊന്ന് കയറി കാണാം. ഇത് ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ 2-2.25 കോടിയോളം വരുന്ന ഒരു നോർമൽ സിംഗിൾ ഫാമിലിക്കുള്ള ഒരു വീടാണ്. നമുക്ക് വീടിന്റെ ഇന്ത്യയിലൊക്കെ പോയി കാണാം. അത് അമേരിക്കൻ സ്റ്റൈൽ തന്നെയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇതൊരു ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറയാൻ കാരണം, മറ്റു വീടുകളെ പോലെ ഈ വീടിന് അണ്ടർഗ്രൗണ്ടിലോട്ട് ബേസ്മെന്റ് ഇല്ല, പ്ലസ് ഈ വീടിന് ഗാരേജ് ഇല്ല. അപ്പോൾ ഇങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, വീടിന്റെ താഴോട്ട് ഭാഗമില്ല. അപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റൈൽ തന്നെയല്ലേ, നമ്മൾ നോർമൽ ഭൂമിക്ക് മുകളിലോട്ടുള്ള ഒരു വീട്. എന്നാലും അതിന് ഇന്റീരിയറിന് കുറച്ച് മാറ്റങ്ങളുണ്ട്. ഒരു അമേരിക്കൻ രീതി തന്നെയാണ്. നമുക്ക് കയറി കണ്ടുനോക്കാം. ഇനി അധികം കത്തി അടിക്കുന്നില്ല, നമുക്ക് ഇനി വീടിന്റെ കാഴ്ചകളൊക്കെ കാണാം. വീടിന്റെ മുമ്പിൽ ചെറിയൊരു പൂന്തോട്ടം, വീടിന്റെ മുമ്പിലും പുറകിലൊക്കെ ഇതുവരെ പുല്ല് വെക്കുന്ന ഒരു പതിവുണ്ട് ഇവിടുത്തെ വീടുകൾക്ക്. ഇവിടെ വീടുകൾക്ക് പൊതുവെ ഒരു വീട് നമ്പറും സ്ട്രീറ്റ് നെയിം വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇങ്ങനത്തെ വീടുകൾക്കെല്ലാം ക്യാമറയും സെക്യൂരിറ്റി സിസ്റ്റം നമ്പർ ലോക്സ് ഒക്കെ ആയിരിക്കും. നമ്മളെല്ലാം ഡിസൈൻ ചെയ്തിട്ടാണ് ഈ വീട്ടിലോട്ട് കയറുന്നത്. ശരിക്കും നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആളുടെ വീടാട്ടോ, എൻ്റെ വീടല്ലേ. നമുക്ക് അവരുടെ പ്രൈവസി ഒന്നും നഷ്ടപ്പെടാതെ അപ്പോൾ ചെറിയൊരു ഹൗസ് ടൂർ നടത്തിയേക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫ്ലോർ ടൈലാണ്, പിന്നെ ഒരു ടേബിളും ചെറിയൊരു ഡെക്കറേറ്റഡ് തിങ്സ് ഒക്കെ കാണാം. കീ ഒക്കെ അല്ലെങ്കിൽ ലെറ്റേഴ്സൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൊക്കേഷനാണ്. ഇങ്ങനൊരു മിററുണ്ട്. നമുക്ക് ജോലിക്ക് പോകുമ്പോൾ വരുമ്പോഴൊക്കെ നോക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ആയിരിക്കണം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വീട്ടിലെ ലൈറ്റിംഗ്. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഡിമ്മ് വേണം, ബ്രൈറ്റ് വേണം, നമുക്ക് ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ലൈറ്റ് ഇവിടെ കാണാം. പിന്നെ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് റൂം ഉണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. അതൊരു ഫുൾ ബാത്റൂമാണ്. വരുന്ന ഗസ്റ്റിനും ഫാമിലിക്കൊക്കെ പുറത്തുനിന്ന് ആര് വന്നാലും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ്, ഒരു അടിപൊളി ബാത്റൂമാണ്. നല്ല ഡെക്കറേറ്റീവ് ആട്ടോ, നല്ല അടിപൊളിയാണ്. ഒരു അടിപൊളി മിററൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വിശാലമായ ഒരു ലിവിംഗ് റൂം കാണാം. അടിപൊളിയാണ്. ഫ്ലോർ ഒരു വുഡൻ സ്റ്റൈലൊക്കെയാണ്. റൈറ്റ് സൈഡിലായിട്ട് 2-3 റൂമുണ്ട്. ഓക്കെ, ഫസ്റ്റ് റൂം തുറന്ന് നോക്കാം. ഓക്കെ, അതൊരു ക്ലോസറ്റ് ആണ്. അമേരിക്കൻ ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമാണ്. അതൊരു എന്താ പറയുക, ഷൂ ഒക്കെ വെക്കുന്ന റൂമായിട്ട് കണക്കാക്കാം. ഓക്കെ, ഡോറ് തുറന്ന് നോക്കാം. ഓക്കെ, അതൊരു ക്ലോസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ വെതർ അനുസരിച്ചുള്ള ജാക്കറ്റും കോട്ടും ക്യാപ്പൊക്കെ വെക്കുന്ന റൂമാണ്. ഇനി വീണ്ടും 2 ഡോറും കൂടി ഉണ്ട്. ഓക്കെ, അതൊരു അടിപൊളി ബെഡ്റൂമാണ്. ഓക്കെ, ഇതും അപ്പോൾ ഫാമിലിക്കോ വിസിറ്റേഴ്സിനോ ഒക്കെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയുള്ള ഒരു അടിപൊളി ബെഡ്റൂമാണ്. അതിനനുസരിതമായ ഫർണിച്ചേഴ്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി മിററും. ഓക്കെ, പിന്നെ ഇവിടുത്തെ വാളുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ നമ്മൾ അലമാരി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഇവിടെ ക്ലോസറ്റ് എന്ന് പറയും. നമുക്ക് അതിനകത്ത് ഡ്രസ്സോ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാം. നല്ല സ്പേഷ്യസ് ആണ് റൂമും ഈ ക്ലോസറ്റൊക്കെ. കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ മാത്രം നല്ല ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയുള്ള നല്ല അടിപൊളി സെറ്റപ്പ് ബെഡ്റൂം ആയിരുന്നു. ഇനി അടുത്ത റൂം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഒരു ഓഫീസ് സെറ്റപ്പാണ്. സോഫയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇരുന്നും കിടന്നും ഒക്കെ വർക്ക് ചെയ്യാം. നോർമലി ഇവിടുത്തെ എല്ലാ വീടുകൾക്കും ഇങ്ങനത്തെ ഒരു ഓഫീസ് റൂമും ഉണ്ട്. അതിനും ക്ലോസറ്റും ഒക്കെ അവൈലബിൾ ആണ്, തിങ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി.
നമ്മുടെ റൈറ്റ് സൈഡിലുള്ള റൂമെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലിവിംഗ് റൂമിലോട്ട് കിടക്കാം. ഇപ്പം ഈ വീടിൻ്റെ ലിവിംഗ് റൂമും ഫാമിലി റൂമും ഒക്കെ ഒന്ന് തന്നെയാണ്. ചില വീടുകൾക്ക് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും, പക്ഷേ ഇതിന് ഒരു കോമൺ സ്പേസ് ആണ്. നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് അടിപൊളി ഫാനൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊരു ഭംഗിക്ക് വേണ്ടി കീപ്പ് ചെയ്തേക്കാം കേട്ടോ. ഫ്ലോർ ഒരു വുഡൻ മെറ്റീരിയലാണ്, കണ്ടാൽ വുഡൻ പോലെ ഫീൽ ചെയ്യും. ഈ ഏരിയ ആണ് ഈ വീടിൻ്റെ സെൻട്രൽ പാർട്ട് കേട്ടോ ഏകദേശം. അപ്പം നല്ല സ്പേസസ് ആണ്, പിന്നെ ഒരു നല്ല അടിപൊളി TV ഒക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് നമുക്ക് ഗെയിംസ് കാണാനൊക്കെ ഇവിടെ വന്നിരിക്കാം. അപ്പോൾ ഇതിനൊരു ഫാമിലി റൂമെന്നും ലിവിംഗ് റൂമെന്നും നമുക്ക് ഒരേപോലെ വിളിക്കാം. പിന്നെ അമേരിക്കയിലെ പണ്ടത്തെ വീടുകൾക്കൊക്കെ ഫയർ പ്ലേസ് ഉണ്ടാവാറുണ്ട്, ഈ തണുപ്പും ചൂടൊക്കെ വരുമ്പോൾ തീ കായാൻ വേണ്ടി. ഇത് ഇവിടുത്തെ ഒരു ഇലക്ട്രിക്കൽ ഫയർ പ്ലേസ് ആട്ടോ, ഒരു ഡിസ്പ്ലേ ആണ്, പക്ഷേ ചൂട് കിട്ടും. ഇനി നമ്മൾ ലിവിംഗ് റൂമിന് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ഒന്ന് കിച്ചണും പിന്നെ തൊട്ടപ്പുറത്ത് ഡൈനിങ് റൂമുമാണ്. കിച്ചണാണല്ലോ മറ്റൊരു മെയിൻ ലൊക്കേഷൻ. അപ്പം നമുക്കിനി കിച്ചൻ്റെ അമേരിക്കൻ കിച്ചൺ എങ്ങനെ കണ്ടേക്കാം. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു മോഡേൺ കിച്ചണാണ്. ഇവിടുത്തെ എല്ലാ വീടുകൾക്കും ഉള്ള എക്യുപ്മെൻറ്റ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ജനറലി എല്ലാ വീടിനും ഡബിൾ ഡോർ ഫ്രിഡ്ജ് അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ ഒരു നോർമൽ തിങ് തന്നെയാണ് കേട്ടോ. പിന്നീട് ഈ വീടിനുള്ള പ്രത്യേകത വെച്ചാൽ ഈ വീട്ടിൽ ഗ്യാസ് അവൈലബിൾ അല്ല, ഫുൾ ഇലക്ട്രിക്കൽ തിങ്സ് ആണ്. അപ്പം സ്റ്റൗവ് ഇലക്ട്രിക്കലാണ്, തൊട്ട് താഴെ തന്നെ അതിനൊരു ഓവൻ കൂടിയുണ്ട്, അതും ഇലക്ട്രിക്കലാണ്. പിന്നീട് ഓവൻ, മിക്സി, ഇതൊക്കെ നമ്മളെല്ലാ വീടുകളിലുള്ള നോർമൽ തിങ്സ് ആണ്. നല്ല കബോർഡ്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ അതർ തിങ് അമേരിക്കൻ സ്റ്റൈൽ എന്ന് പറയാൻ ഇവിടെ ഡിഷ് വാഷർ ഉണ്ട്. നമുക്ക് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി നമുക്ക് ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോപ്പ് സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തിട്ട് ബട്ടൺ ഞെക്കിയാൽ മതി, പാത്രം കഴുകി തിരിച്ചു വരും. നമ്മൾ മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യൻസ് കൂടുതൽ ഉപയോഗിക്കാറില്ല, നല്ലപോലെ വെള്ളത്തിനും ചിലവുള്ളതുകൊണ്ട് നമ്മൾ മോസ്റ്റ്ലി അത് എടുക്കാറില്ല. എന്നാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടുത്തെ വീടുകൾക്ക് ഈ ലൈറ്റിങ്ങിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇപ്പം ഇതൊരു ബാർ കൗണ്ടറിന്റെ സ്റ്റൈലിൽ സെറ്റപ്പ് ചെയ്തേക്കാണ്. ഒരു 3 ചെയറും ഒരു കൗണ്ടർ ടോപ്പും 2 ലൈറ്റും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു ബാർ ആംബിയൻസിന് വേണ്ടിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാറ്. ഇവിടുത്തെ വെള്ളക്കാർക്ക് അവരുടെ വീടുകളിൽ ഒരു മിനി ബാറൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് അതിൻ്റെ ഒരു മാതൃക മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടീ ടൈമൊക്കെ നമുക്ക് ടേബിൾ ഉപയോഗിച്ചില്ലെങ്കിലും ഡൈനിങ് ടേബിൾ ഉപയോഗിക്കാതെ ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് ടീയോ സ്നാക്സോ ഒക്കെ കഴിക്കാൻ നമുക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്. ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ലിവിംഗ് റൂമിലോട്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇനി ലിവിംഗ് റൂമും കിച്ചണും താണ്ടി മുന്നോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിൾ കാണാം. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു അടിപൊളി ഒരു ലൈറ്റ് ഹാങ് ചെയ്ത് കാണാം. അതിവിടെ എല്ലാ വീടുകൾക്കും ഉണ്ടാവാറാണ്. കറക്റ്റ് മിഡിലായിട്ട് ആ ലൈറ്റ് ഹാങ് ചെയ്യും. തൊട്ട് താഴെ ടേബിൾ ഒരു 6 ചെയറോ 8 ചെയറിൻ്റെ ടേബിൾ ആയിരിക്കും. അപ്പം ഈ വീടിൻ്റെ ആണെങ്കിൽ ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് നമ്മൾ കിച്ചണും അവൈലബിലിറ്റി ഈസിയാണ്. അതേപോലെ ലിവിംഗ് റൂം നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്കിനി സെക്കൻഡ് സ്റ്റോറിയിലോട്ട് കടക്കാം. നല്ലൊരു സ്റ്റെയർകേസ് ഉണ്ട്, അത്യാവശ്യം സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഇനി അടുത്ത കാണാം. ഓക്കെ, കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു റൂമുണ്ട്. കൂടാതെ നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു 3 റൂം അവൈലബിൾ ആണ്. നമുക്ക് ആദ്യം റൈറ്റ് സൈഡ് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് റൂം നോക്കാം. ഓക്കെ, അതൊരു നല്ലൊരു ബാത്റൂം തന്നെയാണ്. നല്ല അടിപൊളി മിററും നല്ലൊരു ഡെക്കറേറ്റഡ് ആയിട്ട് ലൈറ്റ് ഒക്കെ ഉള്ള ഒരു ബാത്റൂമാണ്. ഓക്കെ, അത് ഫുൾ ബാത്റൂമും കൂടിയാട്ടോ. അപ്പം ടബൊക്കെ അവൈലബിൾ ആണ്. ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു ഫുൾ ബാത്റൂമാണ്. ഇതൊക്കെ ഫ്ലോർ ശരിക്കും നല്ല ടൈൽസ് തന്നെയാണ്. ഭിത്തിയിലൊക്കെ വാളൊക്കെ ടൈലാണ്, അതേപോലെ തന്നെ ഫ്ലോറും ടൈല് തന്നെയാണ്. പക്ഷെ പുറത്തൊക്കെ കാർപ്പറ്റാണ്. ഫ്ലോറിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള എല്ലാ സാധനവും കാർപ്പറ്റാണ്. ഇനി നമുക്ക് അവിടെ നിന്ന് അടുത്ത റൂമിലോട്ട് കിടക്കാം. ഇത് അമേരിക്കൻ വീടുകളുടെ മറ്റൊരു മെയിൻ റൂമാട്ടോ. ഇതിനെ യൂട്ടിലിറ്റി റൂം എന്ന് വിളിക്കും. നോർമലി അമേരിക്കയിൽ പല കാലാവസ്ഥയുണ്ട്, തണുപ്പും ചൂടും. ഇപ്പോൾ തണുപ്പ് വരുമ്പോൾ നമുക്ക് വീടിനകത്ത് ചൂട് വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാസ് ബേൺ ചെയ്തിട്ട് ഹീറ്റ് റൂമിനകത്ത് കീപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ ചൂടാകുമ്പോൾ AC വർക്ക് ചെയ്ത് നമുക്ക് തണുപ്പ് കിട്ടും. അപ്പം ഒരു വീടിന് ഗ്യാസും വേണം, ഇലക്ട്രിക്കൽ പവർ സപ്ലൈയും വേണം. ഈ വീടിന് ഫുൾ ഇലക്ട്രിക്കലാണ്. വീടിന് ചൂട് തരുന്നതും AC സപ്ലൈ ചെയ്യുന്നതും ഒക്കെ എല്ലാം ഇലക്ട്രിക്കൽ വെച്ചിട്ടാണ്. അതാണ് ഈ വീടിന്റെ മറ്റൊരു മെയിൻ സ്പെഷ്യാലിറ്റി കേട്ടോ. നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. അടുത്തത് ഇനി ഒരു ബെഡ്റൂം ആവാനാണ് സാധ്യത. അതെ, ഒരു ബെഡ്റൂം തന്നെയാണ്. ഫ്ലോറൊക്കെ കാർപ്പറ്റാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലോസറ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഫർണിച്ചറും ഒക്കെ ഉള്ള ഒരു റൂമാണ്. നല്ല സ്പേഷ്യസ് തന്നെയാണ്. നല്ല വലിയൊരു ബെഡ് തന്നെയുണ്ട്.
ശരിക്കും ഈ റൂമിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഫ്രണ്ട് റോഡ് സൈഡാണ്. അപ്പോൾ നമുക്ക് വിൻഡോയിലോട്ട് നോക്കി നോക്കാം. മെയിൻ റോഡ് നമുക്കിവിടെ കാണാം. നമ്മൾ കയറി വന്നതും നമ്മൾ ഇൻട്രോ പറഞ്ഞ ലൊക്കേഷനാണ് പുറത്ത് കാണുന്നത്. നല്ല ആക്സസിബിലിറ്റിയാണ്, നല്ല വെളിച്ചമൊക്കെ ഉള്ള അടിപൊളി റൂം തന്നെ കേട്ടോ. നമുക്കിനി വന്ന കോറിഡോറിൽ കൂടെ ഞാൻ തിരിച്ചു പോകാം. അപ്പോൾ നമ്മളൊരു സൈഡിൽ യൂട്ടിലിറ്റി റൂം, മറ്റേ സൈഡിൽ ഒരു ബാത്റൂമും കണ്ടിരുന്നു. ഇവിടെ കയറി വന്നപ്പോൾ മിസ്സായ റൂമുണ്ട്. നമുക്കിനി അതെന്താണെന്ന് നോക്കാം. വാവ്, ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. നല്ല ഡെക്കറേറ്റീവ് ആണ്. മാച്ചിങ് ആയിട്ടുള്ള ഫർണിച്ചർ, ബെഡ് സെറ്റുമാണ് അവൈലബിലിറ്റി. ഫ്ലോർ മാറ്റ് കാർപ്പറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ഉണ്ട് ക്ലോസറ്റ്. നമുക്ക് ഡ്രസ്സും ഐറ്റംസും ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ബിഗ്ഗസ്റ്റ് ക്ലോസറ്റ് തന്നെയാണ്. ഏറ്റവും പ്രത്യേകത വെച്ചാൽ മാച്ചിങ് ആയിട്ടുള്ള റൂമിന് കളർ മാച്ചിങ് ആയിട്ടുള്ള പെയിന്റും അതുപോലെ തന്നെ ഒരു ബെഡ് സെറ്റുകളും ഫർണിച്ചേഴ്സും മിറേഴ്സും ഒക്കെ അവൈലബിലിറ്റി ഉണ്ട്. കൂടാതെ ഒരു കൊച്ചു കിഡ്സ് റൂം പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഒരു ഇൻഫൻറ്റ് ബേബിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം കുഞ്ഞിന് വേണ്ടി ക്രിബും അതിനൊരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വാളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ അമേരിക്കൻ വീടുകൾക്ക് പൊതുവെ കിഡ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് റൂമുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അവർക്ക് ഇരുന്ന് പഠിക്കാനും അവരുടെ കാർട്ടൂൺ ഒക്കെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്ത റൂംസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോകാം. കുറച്ച് കാര്യങ്ങളും നമുക്ക് ഡൗൺ സ്റ്റേഴ്സിൽ കാണാനുണ്ട്. വന്ന സ്റ്റെപ്പിൽ നമുക്ക് ചാടി ഇറങ്ങാം. പൊതുവെ ഇവിടെ എങ്ങനെ വീട് ഡെക്കറേറ്റ് ചെയ്യാം, കുറച്ച് അട്രാക്റ്റീവായിട്ട് മേക്ക് ഓവർ ചെയ്യാമെന്നാണ് എല്ലാവരും ശ്രമിക്കാറ്. നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ, പൂക്കളോ അല്ലെങ്കിൽ ചെടികളൊക്കെ വെച്ച് ഡെക്കറേറ്റീവായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഇനി നമുക്ക് ഡൗൺ സ്റ്റേഴ്സിൽ കാണാനുള്ളത് നമ്മുടെ ഡൈനിങ് റൂമിൽ നിന്ന് ഇങ്ങനെ റൂം അവൈലബിൾ ഉണ്ട്. അത് ശരിക്കും നമുക്ക് ഇതിൻ്റെ പാൻട്രി റൂമെന്നോ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂമെന്നൊക്കെ വിളിക്കാം. നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാനും അതുപോലെ ഇപ്പോൾ ഒരു ചെറിയ ജിം സെറ്റപ്പാണ്. ഇനി ഇവിടുന്നും നമുക്ക് ബാക്ക് യാർഡിലോട്ട് ഇറങ്ങാൻ ഒരു ഡോർ അവൈലബിൾ ആണ്. നല്ല വിശാലമായ ബാക്ക് യാർഡ് തന്നെ ഈ വീടിനുണ്ട്. അടിപൊളിയാണ്. ഇനി ഇതുകൂടാതെ നമുക്ക് വേറൊരു രീതിയിലും കൂടി ബാക്ക് യാർഡിലോട്ട് ഇറങ്ങാനുള്ള ഡോറുണ്ട്. നമുക്ക് മെയിൻ ഹാളിന് ഞാൻ അതുകൂടി കാണിച്ചു തരാം. മെയിൻ ഹാളിൽ റെഡ് കട്ടൻ്റെ ബിഹൈൻഡ് നമുക്കൊരു വലിയ ഗ്ലാസ് ഓപ്പണിംഗ് ആണ്. നല്ല സൺലൈറ്റ് വീട്ടിലോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ്. നമുക്ക് ഈ ഡോറ് തുറന്ന് ഡോറിൻ്റെ പുറത്ത് സൺഗ്ലാസിൻ്റെ പുറത്തൊരു നെറ്റിൻ്റെ വിൻഡോയും കൂടി ഉണ്ടാകും. നമുക്ക് കാറ്റ് കയറണമെങ്കിൽ ഇങ്ങനെ ഗ്ലാസ് മാത്രം തുറന്നിട്ടാൽ മതി. നെറ്റ് വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ ഇറങ്ങാം. നല്ല അടിപൊളി ബാക്ക് യാർഡാണ്. നല്ല അമേരിക്കൻ വീടുകൾക്ക് ബാക്ക് യാർഡ് ഭയങ്കര പ്രധാനമുള്ള കാര്യമാണ്. സമ്മറിൽ ഇവിടെ ഇറങ്ങി പാർട്ടിയും നമ്മൾ ഗ്രിൽ ഐറ്റംസ് ഒക്കെ ഇവിടെ പുറത്തിരുന്നിട്ടൊക്കെ ഒരു കുക്കിങ്ങും ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റ് ചെയ്യാൻ ഇവിടുത്തെ ആൾക്കാർ പൊതുവെ ശ്രദ്ധിക്കാറുണ്ട്. ഈ വീടിന് നമ്മളിപ്പം കറൻ്റ്ലി ബാക്ക് യാർഡിലൊരു ചെറിയൊരു ഔട്ട് ഹൗസും ഉണ്ട്. ചെറിയൊരു സ്റ്റോറേജ് വീട് പോലെ തന്നെ സ്ട്രക്ചറാണ്. നമുക്ക് തുറന്നൊന്ന് കാണാം. ഇത് ശരിക്കും നമ്മുടെ ഈ വീട്ടിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇപ്പം പുല്ല് വെട്ടുന്നതും അല്ലെങ്കിൽ സ്നോ ബ്ലോവറും അല്ല അങ്ങനത്തെ സാധനം ഗ്രിൽ ഐറ്റംസും നമുക്ക് വേണ്ടാത്ത ബോക്സുകളും ചെറിയൊരു ഔട്ട്ഡോർ സ്റ്റോറേജ് റൂമാണ്. ഇത് ലോക്ക് ചെയ്ത് വെക്കും. സമ്മർ സമയത്ത് ഇവിടെ ഇറങ്ങിയിരിക്കാനും ഇപ്പോൾ വീടിൻ്റെ ബേക്കിൽ ഒരു പാറ്റിയോ നിങ്ങൾക്ക് കാണും. അത് എക്സ്പാൻഡബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അടിയിൽ നമുക്ക് ഗ്രില്ലോ അതിൻ്റെ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഫാമിലി ടൈമൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ സമ്മർ ടൈം വീണ്ടും പോയി തന്നെ ചെറിയ സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പം ശരിക്കും ഒരു കൊച്ചു ഫുട്ബോൾ ഗ്രൗണ്ടിനുള്ള സ്ഥലം വീടിൻ്റെ ബേക്കിൽ തന്നെ അവൈലബിൾ ആയിരിക്കുന്നു. അപ്പോൾ ഇതാണ് അമേരിക്കയിലെ ഒരു സിംഗിൾ വീടും അതിൻ്റെ ഒരു സെറ്റപ്പും. അമേരിക്കൻ സ്റ്റൈലുകളുള്ള വീടുകൾ എങ്ങനെയാണെന്നും ഒരു ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും വന്നത് പ്രതീക്ഷിക്കുകയാണ്. അതാണ് എൻ്റെ ഉദ്ദേശവും. അപ്പം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഇന്നൊരു ഹൗസ് ടൂർ നടത്തി. തുടർന്ന് നമ്മൾ കോവിഡ് സിറ്റുവേഷനിലും കഴിഞ്ഞാൽ നല്ല നല്ല വീടുകൾ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സും എന്തായാലും ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ. ബൈ ബൈ പറഞ്ഞു പോകാൻ സമയമായില്ല. ഞാൻ 2-3 കാര്യം പറയാനുണ്ട്. നമുക്ക് വീടിന് മുമ്പിൽ ഇതുപോലെ പുല്ല് വെച്ച് പിടിപ്പിക്കും. അതുപോലെ തന്നെ വീട്ടിൽ ചെറിയൊരു പൂന്തോട്ടമൊക്കെ ആവാം. പക്ഷേ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് നമുക്ക് ഫൈൻ കിട്ടും. ഇതിനൊക്കെ പുറമെ വീട്ടിലെ വേസ്റ്റും നല്ല പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. കാരണം നമുക്കിവിടെ ട്രാഷിന് വേറെ ബോക്സും റീസൈക്കിളിന് വേറെ ബോക്സും അതുപോലെ പ്ലാൻ വേസ്റ്റ് വെക്കാനാണ് ആ ബാഗുകൾ. അപ്പോൾ ഇവിടെ വീക്കിലി വൺസ് അതിൻ്റെ ആൾക്കാർ വന്ന് ട്രാഷ് കളക്ട് ചെയ്യും. അപ്പോൾ ഇതും പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തെങ്കിൽ 8ന്റെ പണി കിട്ടും. എന്താ പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വീടുകളിൽ ഇരിക്കുക. വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറന്നുകൊണ്ടാണ്.